ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഷോ വീണ്ടും എത്തുന്നു. പുതിയ സീസണിന് വേണ്ടിയുള്ള ഓഡീഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 ഓഡീഷൻ വിവരങ്ങൾ ഇങ്ങനെ. കഴിഞ്ഞ 2 വർഷങ്ങളായി ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റാർ സിംഗർ സീസൺ 9 സോഷ്യൽ മീഡിയയിലടക്കം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ പുതിയ സീസണിന്റെ ഭാഗമാകാൻ കൂടുതൽ ഗായകർ ശ്രമിക്കും എന്നതിൽ തർക്കമില്ല. സ്റ്റാർ സിംഗർ ടീമും ചാനലും ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10ന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കിയിരിക്കുന്നു. നിലവിൽ കേരളത്തിൽ 5 ഓഡീഷൻ സെന്ററുകളാണ് ചാനൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ കണ്ണൂരിലെ ഓഡീഷൻ ഇതിനോടകം അവസാനിച്ചു. ശേഷിച്ച 4 സ്ഥലങ്ങൾ തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം എന്നിവയാണ്. 16 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഓഡീഷനിൽ പങ്കെടുക്കാം. ഇനി ഓഡീഷൻ നടക്കാനുള്ള ഓഡീഷൻ സെന്ററുകളും തീയതിയും ഇവയാണ്. തിരുവനന്തപുരത്ത് ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ജനുവരി 15-നും, കോഴിക്കോട് മീൻചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജനുവരി 26, പാലക്കാട് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജനുവരി 27-നും, എറണാകുളം വൈറ്റില മെർമെയ്ഡ് ഹോട്ടലിൽ ഫെബ്രുവരി 2-നും ഓഡീഷനുകൾ നടക്കും. ആദ്യ ഓഡീഷൻ ജനുവരി 8-ന് കണ്ണൂരിൽ നടന്നു. വളരെ ഞെട്ടിക്കുന്ന പ്രതികരണം തന്നെയായിരുന്നു ഓഡീഷൻ അന്ന് ലഭിച്ചത്. രാവിലെ തന്നെ വൻ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഈ 5 കേന്ദ്രങ്ങളെ കൂടാതെ കോട്ടയത്ത് ഫെബ്രുവരി 2-ന് മുൻപ് ഒരു ഓഡീഷൻ നടത്തുന്ന കാര്യം പരിഗണനയിലുണ്ട് എന്നറിഞ്ഞെങ്കിലും അതിൽ നിലവിൽ തീരുമാനമായതായി അറിവില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവർ മറ്റേതെങ്കിലും സെന്ററുകളിൽ പങ്കെടുക്കുന്നതാവും നിലവിൽ ഉചിതം. വിദേശത്തോ കേരളത്തിന് വെളിയിലോ ഓഡീഷൻ ഉള്ളതായി ഇതുവരെ വാർത്തകൾ വന്നിട്ടില്ല. ഫെബ്രുവരി ആദ്യ ആഴ്ചയോടെ പ്രാഥമിക ഓഡീഷൻ അവസാനിച്ചാൽ മാർച്ചോടെ സീസൺ ആരംഭിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ സാധാരണ ഈ സമയത്ത് ആരംഭിക്കാറുള്ള ബിഗ് ബോസ് മലയാളം ഷോ എന്നാരംഭിക്കും എന്നതുമായി ബന്ധപ്പെട്ടിരിക്കും സ്റ്റാർ സിംഗർ ആരംഭിക്കുന്നത്. ഏതായാലും ഏറെ വൈകാതെ തന്നെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 ടെലികാസ്റ്റ് ആരംഭിക്കുമെന്ന ശുഭസൂചനയാണ് ഇതെല്ലാം നൽകുന്നത്. നിങ്ങൾ ഓഡീഷനിൽ പങ്കെടുക്കുന്നുണ്ടോ? പുതിയ സീസണെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? കമന്റ് ചെയ്യൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.